Hello guys, welcome back to shini'skitchen. അപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി ഒരു അടിപൊളി പിസ്സ കട്ട്ലറ്റ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഈ പിസ്സ കട്ട്ലറ്റ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു 3 പൊട്ടറ്റോ നന്നായിട്ട് വേവിച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതാണ്. ഇനിയിപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് വെക്കാൻ കുറച്ച് ഫില്ലിങ് തയ്യാറാക്കണം. അതിനു വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ഞാൻ വേവിച്ചിട്ടുണ്ട്. ആ ചിക്കൻ ഞാൻ ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ചത്. എന്നിട്ട് അതൊന്ന് കൈകൊണ്ടൊന്ന് പിച്ചെടുത്തതാണ്. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുന്നത് സവോളയ്ക്ക് അതുപോലെ തന്നെ ക്യാപ്സിക്കത്തിനൊക്കെ ഉപ്പാണ് നമ്മളിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ സവാള നന്നായിട്ട് വരണ്ട് വരുന്ന അത്ര നേരം ഒന്ന് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് നെക്സ്റ്റ് ചേർക്കുന്നത് ഒരു പകുതി ക്യാപ്സിക്കം കട്ട് ചെയ്തതാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് നമ്മുടെ സവോളയും തക്കാളിയും ക്യാപ്സിക്കം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 ടീസ്പൂൺ പിസ്സ സോസ് ആണ് ചേർക്കുന്നത്. പിസ്സ സോസിന് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മുടെ ഫില്ലിംഗ് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഈ പിസ്സ കട്ട്ലറ്റ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പൊട്ടറ്റോയിൽ നിന്ന് കുറച്ച് ഭാഗം എടുക്കുക. ഒന്ന് റൗണ്ടായിട്ടൊന്ന് ആക്കിയെടുക്കുക. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പരത്തി ഇതിൻ്റെ അകത്തൊരിച്ച് സ്പേസ് ഒന്ന് വരുത്തുക. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ചീസ് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി മുകളിൽ അതുപോലെ തന്നെ ചീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ വെച്ചിരിക്കുന്ന പൊട്ടറ്റയും ക്യാപ്സിക്കം ഒക്കെ കുട്ടികൾക്ക് വളരെ നല്ലതാണ്. അതുപോലെ ചീസ് എല്ലാം കുട്ടികളുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. പറയുകയാണെങ്കിൽ ഈ സ്നാക്ക് എന്ന് പറയുന്നത് ഹെൽത്തി സ്നാക്കാന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ചീസ് എല്ലാം കുട്ടികൾക്ക് വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മളൊരു ബോളാക്കി ഇത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു കട്ട്ലറ്റിൻ്റെ രൂപത്തിലൊന്ന് ആക്കി എടുക്കണം. കണ്ടല്ലോ. ഇനിയിപ്പോൾ നമുക്ക് എല്ലാം ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കണം. നമ്മളെല്ലാം ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ആദ്യം നമ്മളിത് മൈദയിലേക്കാണ് ഇടുന്നത്. നെക്സ്റ്റ് നമ്മളിത് മുട്ടയിലേക്ക് മുക്കുവാണ്. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് ക്രംസിലൂടെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഇങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കി എടുക്കുന്നത്. ഒന്നുകൂടെ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുന്നതെന്ന്. ആദ്യം നമ്മൾ മൈദയിൽ ഇട്ടിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. പിന്നെ അതൊന്ന് മുട്ടയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. പിന്നെ അത് നമ്മൾ ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് കവർ ചെയ്യണം. മറ്റൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടാതിരിക്കും. പെട്ടെന്ന് കട്ട കൊടുത്തില്ല നമ്മുടെ ബ്രെഡ് ക്രംസ്. അതിന് വേണ്ടിയിട്ടാണ് മറ്റൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറഞ്ഞത്. കണ്ടല്ലോ. അപ്പോൾ എല്ലാം നമുക്ക് ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കണം.
ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിസ്സ കട്ട്ലറ്റ് ഇനിയിപ്പോൾ ഇതിലിട്ടാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാൻ കുറച്ച് ഓയിൽ ഊറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ പിസ്സ കട്ട്ലറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നിങ്ങളിത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 5-6 മിനിറ്റ് കൊണ്ട് നമുക്കിന്ന് ഫ്രൈ ആയി കിട്ടും. കണ്ടല്ലോ, ഇപ്പം നമ്മുടെ പിസ്സ കട്ട്ലറ്റ് ഇവിടെ നന്നായിട്ട് റെഡിയായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള പിസ്സ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.